എന്തൊരു കഷ്ടമാണല്ലേ. രാവിലെ ഇപ്പം പത്രം എടുത്ത് നോക്കാൻ മേലാത്ത അവസ്ഥയായി. എന്തുവാടാ രാവിലെ ഇത്ര വലിയ കഷ്ടം നിനക്ക്? എൻ്റെ പൊന്നടാ, നീ ഈ പത്രം ഒന്നും കാണുന്നില്ലേ? ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന വാർത്തയെ നമ്മുടെ ആ എറണാകുളത്ത് അടുത്ത് ജസ്ലിയ എന്ന് പറയുന്ന ഒരു കൊച്ച് ആക്സിഡൻറ്റ് മരിച്ച വാർത്തയാണ്. ആ ആക്സിഡൻറ്റ് നടന്നു, ആ കുഞ്ഞ് റോഡിൽ വെച്ച് തന്നെ മരിച്ചു. പിന്നെ അവസാനം ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് പോലീസുകാരെ കണ്ടുപിടിച്ച് ആ അപകടത്തിന് ഇടയാക്കിയ ഒരു മനുഷ്യനെ. എന്നാലും എന്തോ കഷ്ടമല്ലേ. നിങ്ങൾ ഓർക്കുന്നില്ലേ ഈ അടുത്തിടെ കുഞ്ഞ് മരിച്ചു പോയത്? അതെ 9-10 മാസം പ്രായമുള്ള കൊച്ചു കുഞ്ഞ്. അത് ഈ ലോകം പോലും ഒന്നും കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലോ? പിന്നെ നീ ഒന്നും കാണില്ലേ ചെറുനെ? ഞാനില്ല. എന്നാലും 10 മാസമുള്ള കുഞ്ഞൊക്കെ. ഇല്ല, 10 മാസമുള്ള കുഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ആലോചിക്കുകയായിരുന്നേ, ആ അപ്പനും അമ്മ എത്ര സ്നേഹിച്ച് സന്തോഷിച്ചു അല്ലെ. 9-10 മാസം എന്ന് പറയുമ്പോൾ അവർ ഇനി ആ കുഞ്ഞിൻ്റെ ഇനി അവൻ്റെ വളർച്ചയൊക്കെ കാണണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ സത്യം പറഞ്ഞാണ്ടല്ലോ. നോക്കിയാൽ ഇതുപോലെ വാർത്തകളെ ഉള്ളടാ. സത്യമായിട്ട് നല്ല നോമ്പ് കാലത്ത് ഇത്ര ദുരന്തങ്ങൾ നമ്മൾ കേൾക്കുന്നത്. എന്തോ നോമ്പുകാലം കഴിഞ്ഞു. എനിക്ക് ചില സമയത്ത് ഇതേ സെയിം അവസ്ഥയാ. നമ്മുടെ വിശ്വാസമൊക്കെ കാണുമ്പോൾ എന്തോ പറയണ്ടേ. ശരിയാ, ചിലപ്പോ തോന്നും ഈ ദൈവത്തിന് മനസ്സാക്ഷി ഇല്ലയോ, അതും പിഞ്ചു കുഞ്ഞൊക്കെ. ശരിക്കും ദൈവം ഉണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ? പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മളെടുത്ത് വരുന്നവരോട് ഈ നോമ്പ് കാലത്ത് ഇങ്ങനെയൊക്കെ കാണുമ്പം നമ്മൾ എന്ത് സന്ദേശമാണ് പറയാൻ പോകുന്നത്? എങ്ങനെ വിശ്വാസത്തെ കുറിച്ച് അവരോട് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ആനുകാലിക കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണിത്. 9 മാസം മാത്രം പ്രായമുള്ള അനിൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് മാലാഖയുടെ, ഒരു വീടിൻ്റെ അത്താണിയായ ജസ്ലിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെയും ജീവിതത്തെ പാതി വഴിയിൽ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചോദിച്ചു, വിശ്വാസ ജീവിതം ഇവിടെ നഷ്ടപ്പെട്ടോ? അവരുടെ കുടുംബത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരുടെ കുടുംബത്തിൽ ഇത്തരത്തിലൊരു ദുഃഖം വന്നപ്പോൾ, ഒരു നഷ്ടം സംഭവിച്ചപ്പോൾ, ആ 2 കുടുംബവും മാതൃകാപരമായി ചെയ്ത കാര്യമുണ്ട്. മാതാപിതാക്കളുമൊക്കെ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് 8 കുടുംബങ്ങൾക്ക് ജീവിതം കൊടുക്കുകയാണ്. ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ എത്ര നാൾ ജീവിച്ചു എന്നതല്ല, നമ്മൾ എത്ര പേർക്ക് ജീവിതം കൊടുത്തു എന്നുള്ളതാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ്. നോമ്പ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ചിന്ത നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്നുള്ളതാണ്. ക്രിസ്തു അവൻ മരിച്ചപ്പോൾ 2000-ത്തിലധികം വർഷം കഴിഞ്ഞിട്ടും ഇന്നും ജീവനവും നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ നോമ്പുകാലം നമ്മളോട് പറയാണ്, ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യുന്നില്ല, മറിച്ച് അവൻ നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നമ്മുടെ നൊമ്പരങ്ങളിലും മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ കഴിയട്ടെ. നമുക്കും പാടാം. ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും ഞാൻ അവനെ സ്നേഹിക്കുന്നു. അതങ്ങനല്ലോ. അച്ഛാ തെറ്റിയില്ലേ അച്ഛാ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ദോഷമായി ദൈവം ഒന്നും നമ്മളോട് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ നമ്മളെ സ്നേഹിക്കുന്നു എന്നാണ്. ആ സ്നേഹിക്കുന്ന ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്ന് ഉറക്കെ പറയേണ്ട കാലമാണ് നോമ്പ് കാലം. അച്ഛാ, നമുക്ക് ഒന്നുകൂടെ അന്നാ അച്ഛൻ പറഞ്ഞ പോലെ പാടാം അല്ലേ? പാടാം. എന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ